ഈ ഒരു യൂണിയൻ വളരെ ഒരു അൺയൂഷ്വൽ യൂണിയൻ ആണ്. ബോത്ത് ഓഫ് ദം ആർ ഓഫ് കോഴ്സ് വെരി പബ്ലിക് ഫിഗേഴ്സ് ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ദിസ് മൈറ്റ് ബി എ ചാലഞ്ച് ആസ് ഫാർ ആസ് ദ മാരേജ് ഇസ് കൺസേൺഡ്. ബട്ട് രണ്ടുപേരും മെച്യൂർ ആണെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് പബ്ലിക് ഗ്ലെയറിൽ നിന്ന് മാറ്റി നിർത്തി ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റിയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ കോസ് ഓഫ് മച്ച് ഹാപ്പിനെസ് ഫോർ ബോത്ത് ഓഫ് ദം. ഇത് ചലഞ്ചിങ് എന്ന് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് പബ്ലിക് ലെയർ നിൽക്കുന്ന ആൾക്കാർ. വേണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ സമാനമായ പ്രതലത്തിൽ നിന്ന് വേണമെങ്കിൽ പ്രവർത്തിക്കേണ്ടേയും വരും, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ പൊടി ഈഗോ ഉണ്ടാക്കിയ ചിലപ്പം വേണമെങ്കിൽ അതൊരു തീപ്പെട്ടിക്കൊള്ളിയാകാൻ വേണ്ടിയില്ല. ശബരിക്ക് ഒരു ഈഗോ ഒന്നും ഇല്ല കേട്ടോ, അല്ലേ ദിവ്യ? ഒരു സാധുവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു കറക്ഷൻ അതില്ല. എനിക്ക് തോന്നുന്നത് രണ്ടുപേരും പബ്ലിക് ലെയറിലാകുന്നത്. ഞാൻ ചോദിക്കുന്നില്ല, നമ്മുടെ ഒരാൾ കറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ടി വരുന്നു. ശ്രീ ശബരിനാഥൻ ഏതോ ഒരു സമയത്തിൽ ചിലപ്പോൾ മിനിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററായിട്ടോ വരികയും പിന്നെ അതേസമയം ദിവ്യ താങ്കളുടെ കീഴിലെ ഒരു കലക്ടറായിട്ട് ജോലി ചെയ്യുകയും വന്നാൽ എന്ത് സംഭവിക്കും? അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? പോലീസ് അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രണ്ടുപേരും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കല്യാണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യവും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ വണ്ടിക്കകത്ത് കിടന്ന് ഓടുന്ന ഒരാളല്ല ഞാൻ. അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഡോണ്ട് റൺ ഇൻസൈഡ് ദ വെഹിക്കിൾ എന്നുള്ളത്. ഞാനും വണ്ടിക്കകത്ത് കിടന്ന് ഓടുന്നില്ല, ബാക്കിയൊക്കെ വരുന്ന സമയത്ത് വരുന്ന പോലെ അത്ര ഞാൻ കാണുന്നുള്ളതിനെ. പക്ഷേ ദിവ്യ പ്രണയിച്ചത് MLA ശബരിനാഥനെ അല്ല, ശബരിനാഥൻ പ്രണയിച്ചത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS അല്ല. ആ മൂന്നക്ഷരങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് തറപ്പിച്ച് ഞാൻ പറയും. ദിവ്യ അങ്ങനെ തന്നെ പറയുന്നതാണ് വിശ്വാസം. തീർച്ചയായിട്ടും. അതുപോലെ എല്ലാവരും ഈ നെഗറ്റീവായിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞങ്ങളെ ഏറ്റവും അധികം അടുപ്പിച്ചതും അത് തന്നെയാണെന്നാണ്. കാരണം എൻ്റെ മനസ്സിൽ അത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം നെഗറ്റീവ് എന്നല്ല, ചാലഞ്ച് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും പബ്ലിക് ഗ്ലെയറിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരാൾ മാത്രം പബ്ലിക് ഗ്ലെയറിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും വളരെ കുറവാണ് രണ്ടുപേരും പബ്ലിക് ഗ്ലെയറിൽ ഉണ്ടാകുമ്പോൾ ഉള്ളത്. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ അനുഭവമാണ് കൈക്കൊള്ളുന്നത്, പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തതും പ്രൊഫഷണലി ഞങ്ങൾ ഒരേ ഫീൽഡിൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് വരാറുണ്ടെന്ന് പറയാറുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എന്താ പറയുക, ഒരു എയിം എന്ന് പറയുന്നത്, ഒരു ഓവർ ആർച്ചിങ് എയിം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി പബ്ലിക് സർവീസ്. ഞങ്ങൾ രണ്ടുപേരും മറ്റ് രണ്ട് ലൂക്രേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷൻസ് വിട്ട് പബ്ലിക് സർവീസിലേക്ക് വന്ന രണ്ട് ആളുകളാണ്. അപ്പം ഞങ്ങൾ ആ ജനസേവനം എന്നുള്ളത് അത്രമാത്രം ഗൗരവമായിട്ട് എടുക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളതാണ് ഞങ്ങളെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും അധികം ആകർഷിച്ചത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു പക്ഷേ ദിവ്യയുടെ ഒരു ജോലിയുടെ ഹസാർഡ്സും അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ശബരിക്കായിരിക്കും. ശബരിയുടെ പ്രശ്നങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ അവിടെ ഒരു തീ കത്തി അങ്ങോട്ട് ഓടണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ശബരിക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വേറെ പ്രൊഫഷണൽ ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ഞാൻ കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ഇതിനാണ്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇതൊക്കെ എന്നെ സമീപനമായിരിക്കില്ല ചിലപ്പോൾ വേറെ ഉള്ള സമീപനം. ഞാൻ കാണിച്ചത് ഒരാളുടെ സമീപനം എന്താണ്? രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാ ദിവ്യ. ശബരിയാണെങ്കിൽ ജനിച്ചതും വളർന്നതും എല്ലാം രാഷ്ട്രീയത്തിലാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ദിവ്യക്ക് ചെറിയ പേടി തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കൂടുതൽ സന്തോഷവും ഒരു പക്ഷേ കൗതുകവുമാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയം എന്നുള്ളത് ഒരു പേടി സ്വപ്നമായി കണക്കാക്കേണ്ട ഒരു മേഖലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഡോക്ടർമാരുടെ കുടുംബത്തിൽ കയറുന്ന പോലെ, ഒരു എഞ്ചിനീയർമാരുടെ കുടുംബത്തിൽ കയറുന്ന പോലെ ഒരു രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ കയറുന്നു എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിൽ. ഒരു കാരണമുണ്ട്. എന്താ കാരണം വെച്ചാൽ പരമരഹസ്യം അവിടെ വെളിപ്പെടുത്തുന്ന സമയത്ത് അച്ഛൻ്റെ തലയിൽ ഒരു വെള്ളിടി വെട്ടിയതാക്കട്ടെ.